ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളാണെങ്കിൽ 2 ദിവസത്തെ വിശേഷം ഒന്നിച്ചൊരു വീഡിയോയ്ക്കകത്താക്കി ഞാൻ എടുത്തേക്കാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത്. നീർദോശ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ അരിമാവ് നന്നായിട്ട് നീട്ടി കുഴച്ച് ഇങ്ങനെ ദോശ കണക്ക് നമ്മൾ തിരിച്ചിടത്തില്ലല്ലോ, ഇങ്ങനെ ഒരു അതിന് ഷേപ്പും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല, അത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ വല്ലത്തോട്ടുമൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നീർദോശയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ തന്നെ അതിന് കോരി ഒഴിച്ചു. പിന്നെ നമ്മുടെ കാപ്പി ആയിട്ടുണ്ട്, പാൽ കാപ്പി. അങ്ങനെ അതിപ്പോൾ ഇനി അണ്ണന് കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെ പാൽ കാപ്പിയായി. പാൽ കാപ്പിയും കൊണ്ട് പോവുക. അവിടെ ഒരാൾ ഭയങ്കരമായിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ടി വിയുടെ മുന്നിൽ ന്യൂസാണ്, ന്യൂസ് കാണുവാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ തട്ടകത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, അടുക്കളയിലേക്ക്. ഇത് നമ്മൾ മറച്ചിടുന്ന ദോശയല്ല കേട്ടോ, ഇതിങ്ങനെ അടച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വേവും. അങ്ങനെ നമ്മുടെ ദോശ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരം വെളുത്തപ്പോഴത്തേക്കിന് ഇവിടെ അണ്ണൻ രാവിലെ റെഡിയായി. അണ്ണനാണെങ്കിൽ നീർദോശയും ഇന്നലത്തെ മീൻകറിയും കൂട്ടി കഴിക്കുക, ഒരു മുട്ട പുഴുങ്ങിയതുകൊണ്ട്. പിന്നെ പാർത്തനാണെങ്കിൽ നീർദോശയും തേങ്ങാപ്പാലും മുട്ട പുഴുങ്ങിയതും കഴിച്ചിട്ട് അവനിങ്ങനെ പാലുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. കുളിയും നനയൊക്കെ കഴിഞ്ഞ് വിളക്കാത്തീരൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കാനിരുന്നത്. അങ്ങനെ എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്കായി വീണ്ടും. അപ്പം നമുക്കാണെങ്കിൽ കുറച്ച് കണവ കിട്ടിയായിരുന്നു കേട്ടോ, അങ്ങനെ കൂന്തൽ മീൻ. അങ്ങനെ അത് പിന്നെ ഞാൻ വെട്ടുന്നതും കറി വെക്കുന്നതും ഒന്നും എടുത്തില്ല, കാരണം എൻ്റെ ഓരോ വീഡിയോസിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉച്ചയായപ്പോൾ രസവും നമ്മുടെ കണവ തോരനും കണവ ഫ്രൈയും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അത് രാവിലെ നമ്മളിന്ന് കാപ്പിക്ക് ഉണ്ടാക്കുന്നത് അപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് കടല ഇങ്ങനെ നേരത്തെ തലേന്ന് രാത്രിയിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ മാവാണ് അവിടെ അടച്ച് വെച്ചിരിക്കുന്നത്. അതാണെങ്കിൽ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ലതുപോലെ പൊങ്ങിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഇത്രയും നാൾ ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പൊങ്ങി വന്നിട്ടില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ബാക്കി വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ 2 ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ ഒറ്റ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ നമുക്ക് അപ്പങ്ങളൊക്കെ ഒന്നൊന്നായിട്ടിങ്ങനെ ചുട്ടെടുക്കാം ഓരോന്നും. എനിക്കാണെങ്കിലേ എൻ്റെ അപ്പച്ചട്ടി കേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തവയ്ക്കകത്താണ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ പാർത്തം വന്ന് പറയുന്നുണ്ട്, അമ്മ ആ അപ്പത്തിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരണേന്ന്. പക്ഷെ അങ്ങനെ മുരിഞ്ഞ് വരണമെങ്കിൽ അപ്പച്ചട്ടിക്കകത്ത് ഉണ്ടാക്കിയെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പാർത്തൻ്റെ എൻട്രിയും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത്, കുഞ്ഞുള്ളി എടുത്തില്ല. സവാളയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലി ഒതുക്കാമല്ലോ. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നാക്കി അരിഞ്ഞ് കടലയും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഞാൻ കടലക്കറി വെക്കാൻ വേവിക്കുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭക്തിഗാനം വെച്ചിട്ടുണ്ട്. ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ലളിതാ സഹസ്രനാമമാണ് വെച്ചേക്കുന്നത്. നമ്മൾ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴേ ഇതേപോലൊക്കെ നമുക്ക് ജനലൊക്കെ തുറന്നിട്ടെങ്കിൽ മാത്രമേ നമുക്ക് അമ്പലങ്ങളിലെ ഭക്തിഗാനങ്ങൾ ഇങ്ങനെ കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫോണിനകത്ത് യൂട്യൂബിനകത്ത് നമ്മൾ എന്താ ചെയ്യും, ഇതേപോലെ ഭക്തിഗാനങ്ങൾ ഓണാക്കി വെക്കുക. അങ്ങനെ ഒരു ഓണാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ അടുക്കള ജോലിയൊക്കെ ചെയ്ത് കഴിയുമെങ്കിലുണ്ടല്ലോ, അന്നത്തെ ദിവസം നമുക്ക് നല്ല പോസിറ്റീവ് വൈബായിരിക്കും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ വീട്ടമ്മമാർ. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം പറഞ്ഞിരിക്കാമല്ലോ, നമ്മുടെ അപ്പം ഓരോന്നുമായിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കടലക്കറിക്കുള്ള സവാള അരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും പാർത്തൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവൻ്റെ സ്കൂളിലെ കാര്യങ്ങളോ. പിന്നെ അവനിപ്പോൾ ഭയങ്കരമായിട്ട് ക്രിക്കറ്റിനോട് ഭയങ്കര ഒരു ലവാണ്. എപ്പോഴും ക്രിക്കറ്റ് കളിയാണ്, പെരയ്ക്കകത്തൊക്കെ എപ്പോഴും ക്രിക്കറ്റ് കളിയാണ്. അങ്ങനെ ഇപ്പം അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിയെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ കുക്കറിനകത്തിലേക്ക് നമ്മളെ കടല വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ കുക്കറിനകത്തേക്ക് തട്ടിയിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി കുക്കറിനകത്തിട്ടിട്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് അടച്ച് വെച്ച് ഞാനിങ്ങനെ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നമ്മുടെ വെള്ളം അത് ഞാൻ കുടിക്കുകയാണ്. അത് നമുക്ക് നിർത്താനൊക്കത്തില്ലല്ലോ.
ഇങ്ങനെ നമ്മൾ ഈ ഒരു എന്താണ് ഭക്തിഗാനമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോഴല്ലോ നല്ല രസമാണ് കേട്ടോ. അപ്പം പറഞ്ഞിരിക്കാതെ കുറച്ച് നാൾ കൊണ്ട് എനിക്കിങ്ങനെ ഈ വെള്ളം കൂടി ഞാൻ നിർത്തി വെച്ചേക്കുകയാണ്. ഒരു 2-2.5 മാസം കൊണ്ട് ഞാൻ വെള്ളം കൂടി നിർത്തി വെച്ചേക്കുകയാണ്. കാരണം എനിക്ക് മഞ്ഞപ്പിത്തമൊക്കെ പിടിപെട്ടത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം പച്ചമരുന്നായിരുന്നു ഞാൻ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ പഥ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും പഴയതുപോലെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഇതിപ്പോൾ നേരം വെളുത്തിട്ടില്ല കേട്ടോ. കഥ തുറന്നപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇത് ഞാനവിടെ എന്തോ ചെയ്തുകൊണ്ടിരുന്ന പാവം വന്ന് വീഡിയോ പിടിച്ചതാണ്. കണ്ട ഒരു വലിയൊരു കൊലയായിരുന്നു, പൂവൻ കൊലയായിരുന്നു കേട്ടോ. അതിപ്പോൾ ഈ ഒരു പരിവായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൊലപാതകം നടന്നിരിക്കുന്നു ഗൈസ്, വലിയൊരു കൊലപാതകം. അങ്ങനെ പിന്നെ നമ്മുടെ രാവിലത്തെ ചോറ് വെപ്പിന് തയ്യാറെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് ഇപ്പം അണ്ണനിപ്പം ഉച്ചക്കത്തേക്കൊന്നും കഴിക്കാൻ കൊണ്ടുവന്നില്ല. പാർത്തൻ അങ്ങനെയൊന്നും സ്കൂളിൽ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ എന്താണ് രാവിലെ എന്തെങ്കിലും ഇതേ കണക്ക് എന്തെങ്കിലും പലഹാരങ്ങളുണ്ടാക്കും, അതൊക്കെ കഴിച്ചിട്ട് പോകും. അണ്ണൻ 10 മണിക്കത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നേരം വെളുത്തിട്ടാണ് ചോറൊക്കെ വെക്കുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പ് ചാരമൊക്കെ വാരിയതിന് ശേഷം ചോറ് വെക്കുകയാണ്. അവിടെ തൂക്കിയിട്ടേക്കുന്നത് ചൂലാണ് കേട്ടോ. താഴെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ പൂച്ചകളുണ്ടായതുകൊണ്ട് അവത്തുങ്ങൾ കയറി വന്ന് കടിച്ച് പറിക്കുകയൊക്കെ കളയും. പിന്നെ അതിനിറങ്ങി താഴെ ഇട്ടേക്കുമ്പോൾ അലസമായിട്ട് ഇട്ടേക്കണ്ടല്ലോ. ഇങ്ങനെ തൂക്കിയിടാന്നുണ്ടെങ്കിൽ അത് അവിടെ വൃത്തിയായിട്ടങ്ങ് കിടന്നോളുമല്ലോ എന്നുള്ള രീതിയിൽ ഞാനിവിടെ തൂക്കിയിട്ടേക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് നല്ല രീതിയിൽ ചൂട്ടെല്ലാം ഇരിഞ്ഞപ്പോഴാണ് താഴെ ഇരിക്കുന്ന വിറകെല്ലാം നല്ല വലിയ വിറകാണ്. നമ്മുടെ അടുപ്പിനകത്തേക്ക് കയറത്തില്ല. അത് നന്നായിട്ട് പൊട്ടിച്ചെങ്കിൽ മാത്രമേ അത് അടുപ്പിനകത്തേക്ക് കയറത്തുള്ളൂ. പിന്നെ എന്തായാലും അണ്ണനെ വിളിച്ചു. അണ്ണൻ വന്ന് എനിക്ക് വിറകൊക്കെ നന്നായിട്ട് പൊട്ടിച്ച് തന്നു കേട്ടോ. നല്ലതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ വെച്ച് എന്തായാലും അതെല്ലാം കീറി തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം പറക്കി കൊണ്ടുപോയി അടുപ്പിൽ വെച്ച് ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ കുറേ വിറകുകളൊക്കെ എനിക്ക് കീറി തന്നിട്ടാണ് പോയത്. എപ്പോഴും കീറാൻ ഇവിടെ ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വൈകിട്ടല്ലേ ഞാൻ എത്തും. അതുകൊണ്ട് കുറേ വിറകുകൾ കീറി തന്നിട്ടാണ് ആൾ പോയത്. ഇത് അച്ഛനും മോനും കൂടെ വഴക്കിട്ട് പിണങ്ങി നിൽക്കുക മോൻ കേട്ടോ. കാരണം അവനിങ്ങനെ കസര കയറി ഇങ്ങനെ ഈ പഴക്കൊല തൂക്കിയിടാൻ മേളിലോട്ട് കയറുമ്പോൾ ഒരു അച്ഛൻ ഇക്കിളി ഇടുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം കൊണ്ട് ഇക്കിളി ഇട്ടുകൊണ്ട് ഇപ്പം പിണങ്ങിപ്പോയിരിക്കും. അതാ വിളിച്ചിട്ട് വരാത്തത്. അതാണ്ട് നമ്മുടെ അപ്പം അണ്ണന് കഴിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ 3 അപ്പവും കടലക്കറിയൊക്കെ എടുത്തപ്പോൾ കാണാൻ എൻ്റെ അടുത്ത് പറയാം എനിക്ക് 3 എണ്ണം വേണ്ട, 2 എണ്ണം മതി കഴിക്കാൻ. പിന്നെ 3 എണ്ണം കഴിക്കാൻ കൊണ്ടുപോകാനും ചെയ്തു. ഇത് നമ്മുടെ സുന്ദരിയാണ്. കടലക്കറിയുടെ മണമൊക്കെ കേട്ടിട്ട് അവളിങ്ങനെ വന്നിരുന്ന് എൻ്റെ അടുക്ക് പരാതി പറയാം അവൾക്ക് അപ്പമൊക്കെ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് അപ്പവും കടലക്കറിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും വന്ന് എൻ്റെ കൂടെ കേട്ടോ. ഇവൾ നമ്മുടെ കറമ്പി നിങ്ങൾക്കറിയാമായിരിക്കും, എൻ്റെ പഴയ വീഡിയോക്കകത്തല്ല ഇവളുണ്ട്. ഇവൾക്കിപ്പോൾ 2 പിള്ളേരുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പറഞ്ഞല്ലോ ഞാൻ വയ്യാതെ വീട്ടിലായിരുന്നത് കൊണ്ട് കുറേ വീഡിയോസൊക്കെ മിസ്സായിപ്പോയി. ഇനിയൊന്നും മിസ്സാവാതെ ഞാൻ എല്ലാം എടുത്തോളാം കേട്ടോ. അങ്ങനെ പിന്നെ പാത്തമ്മോൻ്റെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് വിളക്കത്തീരുമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട അവൻ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഫോണിനകത്ത് വീഡിയോ കണ്ടുകൊണ്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. അയാൾ പിന്നെ കടലക്കറിയും അപ്പവും പിന്നെ 2-3 കഷ്ണം ഏത്തയ്ക്ക പുഴുങ്ങി കൊടുത്തു. പിന്നെ ഒരു മുട്ടയും കൊടുത്തു കേട്ടോ. അങ്ങനെ അതാണ് അവൻ കഴിച്ചത്. പിന്നെ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാവരും പോയി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി ഇങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് നമ്മുടെ അപ്പവും കടലക്കറിയും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ തലയുടെ മുകളിൽ ഒരു കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. നിങ്ങളെ രാവിലെ കാണിച്ച കാഴ്ച തന്നെ കണ്ടോ. എൻ്റെ മുകളിലായിട്ട് മുകളിലായിട്ട് ഇത് താഴെ വീണാൽ എൻ്റെ തലയിലായിരിക്കും വീഴുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.